പാവം. നമ്മുടെ മോടെ നടപ്പ് കണ്ടോ? പേടിച്ച് പേടിച്ച് വീട്ടിനകത്ത് കഴിയാന്ന് വെച്ചാ എന്തൊരു കഷ്ട വിശ്വട്ട. എഴുന്നേറ്റ മോളെ. എവിടുന്ന്? പെട്ടിയിട്ട പോലെ കിടപ്പുണ്ട് അവിടെ തന്നെ. ലക്ഷണം കണ്ടിട്ട് ഉച്ചയാകാതെ എഴുന്നേക്കുകയല്ല. ഇന്നലെ രാത്രി മുഴുവൻ എന്തൊക്കെയോ പിറുവിറുക്കുന്നതും മോളിൽ നിന്നും ഞരങ്ങുന്നതും ഒക്കെ കേൾക്കായിരുന്നു. വിശ്വട്ടൻ എങ്ങനെ കേൾക്കാനാ? കൂർക്കം വലിച്ചുറക്കമല്ലായിരുന്നു. ഒരു പോളെ കണ്ണടയ്ക്കാതെ ഇരുന്നും കിടന്നു നേരം വെളുപ്പിച്ചത്. ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ലമ്മേ. ഇതുപോലൊരെണ്ണം നടുമുറിയിൽ കിടക്കുമ്പോ എങ്ങനെ ഉറക്കം വരാനാ? വിശ്വട്ടൻ നയത്തിൽ അവനോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്ക്. പരോൾ എന്നത്തേക്കാ, എന്നാ ഇറങ്ങിയത്, എന്ന് പോകും, വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കേ. ആരാത്? ഓടിക്കോ. അല്ല ടീച്ചറേ, ടീച്ചറേ, ടീച്ചർ അറിഞ്ഞോ ദേവൻ സാറിന്റെ കാര്യം? എന്താ? ദേവൻ സാറിന് എന്താ? ദേവൻ സാറിനെ രാത്രിയിൽ ആരോ ആക്രമിച്ചെന്ന്. ഈശ്വര, എന്നിട്ട്? എന്താ ചേച്ചി? നീ ഇന്നലെ ആരെങ്കിലും വഴക്കുണ്ടാക്കിയോ എന്ന് ചോദിച്ചാ അങ്ങനെ വലിയ വഴക്കൊന്നുമില്ല, ചെറിയൊരു ചെണ്ട. എന്തിനാ നീ അദ്ദേഹത്തെ ഉപദ്രവിച്ചത്? പറയടാ. അയാൾക്ക് സോറി അദ്ദേഹത്തിന് പെടക്കണം ഞാൻ അടിയുടെ കുറവുണ്ടായിരുന്നു. അതങ്ങ് തീർത്ത് കൊടുത്തന്നേ ഉള്ളൂ. മതിയായില്ലേ? ഇനിയും കൊടുക്കാം. ലക്ഷണം കണ്ടിട്ട് മിക്കവാറും ഒരു തവണ കൂടി ഞങ്ങൾ തമ്മിൽ കാണേണ്ടി വരുമെന്നാ തോന്നുന്നത്. രാഹുലെ, വേണ്ട. അദ്ദേഹം നിനക്ക് ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണ്ട. അയാള് ഇപ്പൊ ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലായിരിക്കും, പക്ഷേ ഭാവിയിൽ ദ്രോഹം ചെയ്താലോ? അയാളെ അടിച്ചപ്പോ ചേച്ചിക്ക് നൊന്തോ? ഏതോ ഒരുത്തനെ അടിച്ചപ്പോ ചേച്ചിക്ക് ഇത്ര നൊമ്പരവും രോഷവും തോന്നണമെങ്കിൽ അതത്ര ശരിയായ ബന്ധമല്ലല്ലോ ചേച്ചി. എന്താ നിങ്ങൾ തമ്മില്? അത് നിന്നോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. വേണ്ട, പറയണ്ട. പക്ഷേ എനിക്കറിയാം എന്താണെന്ന്. അത് വേണ്ട ചേച്ചി. ഇപ്പൊ അയാളുടെ ദേഹത്ത് കൈവച്ചത് അയാളെ പേടിപ്പിക്കാനല്ല, ചേച്ചിക്കുള്ള വാണിങ്ങാ. ആദ്യത്തെയും അവസാനത്തെയും വാണി. ഇനി ഒരു തവണ കൂടി ഞങ്ങൾ തമ്മിൽ കണ്ട തീർത്ത് കളയോ അവനെ. കണ്ണാ, നീ എങ്ങോട്ടാ കണ്ണാ? നമ്മുടെ പാടത്തും തോട്ടത്തിലൊക്കെ ഒന്ന് പോണായ്മ. ഈ തലയും വെച്ചോണ്ടോ? പിന്നല്ലാതെ. തല പിന്നെ മാറ്റി വെക്കാൻ പറ്റുമോ? അതല്ല പറഞ്ഞത്, തലയിൽ ഈ മുറിവും വെച്ചോണ്ട് പോകുന്ന കാര്യ. ഇതത്ര വലിയ മുറിവൊന്നുമല്ലായ്മ. നിനക്കൊന്നും വലിയ കാര്യമല്ലല്ലോ. ഒരു കാര്യമില്ലാതെയാണോ നിന്നൊരു ദിവസം ആശുപത്രി പിടിച്ച് കിടത്തിയത്? അവിടെയുള്ള ഡോക്ടർമാരെക്കാളും വലിയ അറിവാണോ നിനക്ക്? അവര് പറയുന്നൊന്നും ആയ്മ ശ്രദ്ധിക്കണ്ട.
ഇതൊന്നും അത്ര വലിയ പരിക്കൊന്നുമല്ല, ചെറിയൊരു മുറിവ്. ആയമ്മ അടുക്കളയിൽ കറിക്കരിയുമ്പോഴൊക്കെ കൈ ചെറുതായിട്ട് മുറിയാറില്ലേ? ആ മുറിവും കൊണ്ട് ആശുപത്രിയിലേക്ക് ചെന്ന ഇതുപോലെ കെട്ടും കെട്ടി ഉള്ള ടെസ്റ്റ് മുഴുവൻ ചെയ്യിച്ച് അവരവിടെ പിടിച്ചു ചേർത്തും. പകരം ആയമ്മ എന്താ ചെയ്യാ? മുറിവുണ്ടായെടുത്ത് കുറച്ച് മഞ്ഞൾ തേച്ച് അതിൽ തുണിയും ചുറ്റി വീണ്ടും ജോലി ചെയ്യില്ലേ? അതുകൊണ്ട് ആയമ്മയ്ക്ക് ഇതുവരെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? എന്നെ പോലെയാണോ നീ? ഞാനൊരു ഉണക്കമരം, വെട്ടിയാലും മുറിച്ചാലും ഇത്രേ വരാനുള്ളൂ. വെറുതെ തർക്കുത്തരം പറയാതെ നീ ഇങ്ങോട്ട് കേറി വാ മോനെ. എന്റെ ആയമ്മേ, ഞാനിപ്പോ വരാന്നേ. വെയിലും കൊണ്ട് പാടത്തും മറ്റും നടന്ന് വിയർപ്പ് താന്നാലേ ഈ മുറിവ് പഴുക്കും. അതുകൊണ്ടാ ഒരു ദിവസം വിശ്രമിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞത്. ഇന്നും കൂടി കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ വേണ്ട വീട്ടിൽ പോണോന്നും പറഞ്ഞ് ഇറങ്ങിപ്പോന്നത് ഇതിനായിരുന്നോ? നീ ഇങ്ങ കേറി വാക്കണ്ണ വന്നേ. ആയമ്മേ, പാടത്തും പറമ്പിലോ ഇന്നലെയും പോയില്ലല്ലോ. ഞാൻ ചെന്നില്ലെങ്കിൽ നീ ചെന്നില്ലാന്ന് വെച്ച് അവിടെ ഒരു കുറവും ഉണ്ടാവില്ല. ചിന്നൻ എല്ലാം നോക്കിയും കണ്ടും ചെയ്തോളും. ആര്? ചിന്നനോ? അവനുള്ളതാ ഇപ്പൊ എന്റെ പേടി. നോക്കി നിന്നില്ലെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം കാണിച്ചോണ്ടിരിക്കും. ഞാൻ അവിടെ ചെന്നൊന്ന് നോക്കട്ടെ. ആയമ്മ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരായമ്മേ. വേണ്ട മോനെ, പോകണ്ട മോനെ, പറയുന്നത് കേക്ക്. ആയമ്മ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് കേട്ടില്ലേ? പോകണ്ട, ഞാൻ വേഗം വരാം. പോകണ്ട കണ്ണ. പറഞ്ഞാലും കേക്കില്ല. ഇവൻ ചെന്നിട്ട് വേണ്ടേ അവിടെ മലമറിക്കാൻ? പിന്നല്ലാതെ, അയാൾക്കല്ലാതെ ദേവേണ്ണോട് ശത്രുത വേറെ ആർക്കാ? ദേവേണ്ണ ശരിക്കും കണ്ടെന്നേ. ആരെ? ആക്രമിച്ചവരെ. രാത്രി ആയിരുന്നാലും ആളെ മനസ്സിലായി. അണ്ണനെ തൊട്ടാലുള്ള ഫലം എന്താണെന്ന് അവന്മാരറിയാൻ പോകുന്നതേ ഉള്ളൂ. അതിന് ദേവൻ സാർ അങ്ങനെ വഴക്കിനൊക്കെ പോകുന്ന ആളാണോ? വഴക്കൊണ്ടൊന്നും അങ്ങോട്ട് പോയല്ല, പക്ഷെ ഇങ്ങോട്ട് വരുന്നവനെ വിടുന്ന ശീലവും ഇല്ല. അണ്ണനെ കളരിയാ കളരി. 18 അടവും പിന്നെ ആശാന്റെ ഒരു സ്പെഷ്യൽ അടവും. ഇങ്ങനെ ഇതേപോലൊരു അടവും. അത് പഠിച്ചിട്ടാ അണ്ണൻ നടക്കുന്നത്. അത് വല്ല വന്നോമാർക്കറിയൂ. അണ്ണനൊന്ന് നേരെ നിന്നോട്ടെ, കളി കാണാം. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിന്റെ പേരിൽ വഴക്കിന് പോയാ പ്രശ്നങ്ങൾ ഒരിക്കലും തീരില്ലല്ലോ. ഓഹോ, അണ്ണൻ രാഹുലിനെ ഉപദ്രവിക്കുന്നുള്ളൊരു പേടി ടീച്ചറിനുണ്ടല്ലേ? അതീന്ന് അണ്ണനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ടീച്ചർ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. തൽക്കാലം ഒന്ന് പേടിപ്പിച്ച് നിർത്താം. അണ്ണനോടൊരു പേടിയും ബഹുമാനമൊക്കെ ഉണ്ടായിക്കോട്ടെ. ചിന്നിൻ എന്താ ആലോചിക്കുന്നത്? അല്ല, അണ്ണൻ ഏതടവായിരിക്കും പ്രയോഗിക്കുമെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു ഞാൻ. ഊഴിക്കടകൻ അല്ലെങ്കിൽ ഓതിര കടകം, ഇതിലേതായാലും ശത്രുവിന്റെ പണി തീരും. നിന്റെ അണ്ണൻ ഏത് അടവ് വേണമെങ്കിലും എടുത്തോട്ടെ, എനിക്കെന്താ. ഞാൻ വന്നതേ ആ അണ്ണനെ ഒന്ന് കാണാനാ. ആ, അതിനായിരുന്നു. അണ്ണൻ ഇങ്ങോട്ട് വന്നില്ലേ ടീച്ചറെ? പിന്നെ എവിടെ കാണും? അത്യാവശ്യമായിട്ട് ഒന്ന് കാണണം. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അന്നത്തെ ആ ബഹളത്തിലെ അണ്ണന്റെ ഫോൺ പോക്കറ്റിൽ നിന്ന് തെറിച്ചു പോയി. അതാ ഫോണിൽ കിട്ടാത്ത. ശരി, ചിന്നൻ അണ്ണനോട് പറഞ്ഞാ മതി. ആ, പറയാം. അല്ല, ടീച്ചർ ഇന്നലെ സ്കൂളിൽ പോയില്ലേ? അണ്ണ ഇന്നലെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ആരെ? എന്നെയോ? ആ, വഴി കാണാത്തോണ്ട് സുനിത ടീച്ചറിന്റെ അടുത്ത് ചോദിച്ചു. എന്നോട് ചോദിച്ചു. എന്തിന്? ആ മണിക്കുട്ടനോട് പോലും തിരക്കി. കാണാതെ ആകെ നിരാശയിലാ പോയത്. എന്തിനാണെന്ന് മറ്റോ പറഞ്ഞോ? അതൊന്നും എന്നോട് പറഞ്ഞില്ല. അല്ലി ടീച്ചറിനെ കണ്ടോ, അല്ലി ടീച്ചറിനെ കണ്ടോ എന്ന് ചോദിച്ച് ബൈക്ക് ഓടിച്ചു പോകുന്നത് ഞാൻ കണ്ടോളൂ. ശരി. ഓ, ഒരാൾ ഇന്നലെ പൊങ്ങി ഇന്ന് മുങ്ങി, വേറൊരാള് ഇന്നലെ പൊങ്ങി ഇന്ന് മുങ്ങി. മുങ്ങുന്നേ പൊങ്ങുന്നേ എല്ലാം കൂടെ എന്റെ നെഞ്ചത്തോട്ടാണല്ലോ ദൈവമേ.